guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പറയുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പിടിവാശി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല പ്രണയമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തി നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് പിടിവാശി എന്ന് പറയുന്നത്. പലവരും പിടിവാശി കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് അതിൽ നിന്നും വിജയം കിട്ടും, ചില ആൾക്കാർക്ക് നിരന്തരമായ പരാജയമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രണയബന്ധം ഏത് രീതിയിൽ കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാൻ താല്പര്യപ്പെടുന്നത്, മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ് ആയിരിക്കാം. ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും അത്രക്ക് അങ്ങോട്ട് ഒരു സ്നേഹത്തിലല്ലായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജിയിൽ എന്താണ് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കാർഡെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഫോറസ്റ്റ് ഇയേഴ്സ് ആണ്. ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ട് കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പശ്ചാത്താപത്തിൻ്റെ ഒരു നിഴലിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പശ്ചാത്താപത്തിൻ്റെ നിഴലെന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പശ്ചാത്താപമായിട്ടുള്ള മനസ്സോടു കൂടിയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു വൺ മാൻ ഷോ ആയിരിക്കാം. അതായത് ഈ പേഴ്സൺ പറയുന്നത് മാത്രം വിശ്വസിക്കണം, അനുസരിക്കണം, ഈ പേഴ്സൺ പറയുന്നതാണ് സത്യം, നിങ്ങൾ പറയുന്നതിൽ കാര്യമില്ല, നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൺ അനുസരിച്ച് ജീവിച്ചോളണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് കയർത്ത് സംസാരിക്കുക, ഷൗട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എപ്പോഴും ഇഷ്ടക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്. ഈ പേഴ്സണ് നിങ്ങളോടും സ്നേഹമാണ്, നിങ്ങൾക്ക് ഈ പേഴ്സണോടും സ്നേഹമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ ആ ഒരു വിഷമം അത് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ സ്വഭാവം കാരണം നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഈ പേഴ്സണെ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കുമുള്ള അതിൻ്റെ ഒരു ഉത്തരവാദി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ കരയുന്നത്. ഈ പേഴ്സന്റെ എനർജിയിൽ നമുക്ക് കരയുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആ ഒരു പശ്ചാത്തപിച്ച് വിഷമിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റുകൾ തന്നെയാണ്. അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു പശ്ചാത്താപം വരുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റാണെന്നും താൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് എപ്പോഴും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇല്ലായിരുന്നു, പാസ്റ്റ് ടെൻസിൽ പറയേണ്ടിയിരിക്കുന്നു, ഇല്ലായിരുന്നു.
എന്ത് കാര്യത്തിനും ഈ പേഴ്സണ് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ സമാധാനമായിട്ട് സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പോട് കൂടി മുന്നോട്ട് പോകാനോ ഈ വ്യക്തി തയ്യാറല്ല. അതായത് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഈ വ്യക്തിക്കാണ് എപ്പോഴും ഡൊമിനേഷൻ കിട്ടേണ്ടത്, ഈ വ്യക്തിക്കാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഈ വ്യക്തി പറയുന്നതാണ് സത്യം, ഈ വ്യക്തി പറയുന്നത് വിശ്വസിച്ചോളണം, അനുസരിച്ചോളണം. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മാത്രം കൺട്രോളിങ്ങിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വരുന്ന ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവത്തിനൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നു, സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകുന്നു, ദേഷ്യം പോലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുന്നു, സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നു, സമാധാനപരമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു, മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. ഇതൊക്കെയാണ് ഈ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് നിർബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കൺട്രോൾ എനർജി ഈ പേഴ്സൺ നിർത്താൻ പോവുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്നാണ്. അതായത് എനിക്ക് നിന്നെ ചേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അതായത് ഞാൻ ഇനി നിന്നെ നിർബന്ധിക്കത്തില്ല, ഞാൻ ഇനി എൻ്റെ കൺട്രോളിൽ നിന്നെ കൊണ്ടുവരത്തില്ല. ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ എന്താണോ നടപ്പിലാക്കാൻ നോക്കുന്നത് അത് നടക്കത്തില്ല. കാരണം അതൊരു സ്വാർത്ഥമായിട്ടുള്ളൊരു തീരുമാനമാണ്, സ്വാർത്ഥ താല്പര്യമാണ്. അവിടെ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനോ നിങ്ങളുടെ മാനസികാവസ്ഥ തിരിച്ചറിയാനോ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളെ കൊണ്ടുവരാനും ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ടുള്ള കൂട്ടുകെട്ടുകൾ കാരണം അങ്ങനെയൊക്കെ സ്വഭാവ രീതി വന്നു പോയതായിരിക്കാം. അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ പേഴ്സൺ ഇപ്പോൾ ഒരു കൺട്രോൾ ഒരു മിതമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വഴി കാട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് റാഫേൽ ഏഞ്ചൽ ആണ്. മേക്ക് ചോയ്സസ് ഫ്രം യുവർ ഹാർട്ട്, ഡീപ്ലി ഇമോഷണൽ കമ്മിറ്റ്മെന്റ്സ് ആൻഡ് ദ പവർ ഓഫ് ലവ്. പ്രണയത്തിന്റെ തീവ്രതയിലേക്കാണ് ഈ പേഴ്സണെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് റാഫേൽ ഏഞ്ചൽ ആണ്. അപ്പോൾ ആ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഇമോഷണൽ പരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. നിങ്ങളുടെ കണ്ണുനീരിന് പോലും ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു വില തന്നിട്ടില്ലായിരിക്കാം. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആ ഒരു ഇമോഷണൽ ഫീലിങ്സിനെല്ലാം വില നൽകുന്നു, വില കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ആ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രണയത്തിന്റെ ആ ഒരു തീവ്രതയെ കുറിച്ചും കൂടിയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റാഫേൽ മാലാഗയാണ്, റാഫേൽ ഏഞ്ചൽ ആണ് ഇവിടെ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെരി സൂൺ എന്നാണ് കാണിക്കുന്നത്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ എന്നാണ്. ഇവിടെ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ 333, 444, 555 ഒക്കെ കാണുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊക്കെയോ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഈ പേഴ്സൺ നിങ്ങളോടൊപ്പം വരണം, നിങ്ങൾ പറയുന്നത് അനുസരിക്കണം, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണം, ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ എത്രയും പെട്ടെന്ന് നടപ്പിലാകാൻ പോകുന്നു.
എത്രയും പെട്ടെന്ന് ആ ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു റൊമാൻസ് ഏഞ്ചൽസിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. യാതൊരു കാരണവശാലും ഇനി ഇതിനൊരു പുതിയ തുടക്കമില്ല, പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ഇല്ല, ഇതിനി സമാധാനപരമായിട്ട് പോകില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു തുടക്കം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതുപുത്തൻ ആശയങ്ങളോടുകൂടി, പുതിയ അഭിപ്രായങ്ങളോടുകൂടി, പുതിയ സ്വഭാവ രീതികളോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുതിയ തുടക്കം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്, ഒറ്റപ്പെടലിന്റെ വേദനയാണ്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇല്ലാണ്ടായപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലാതെ ആയപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു വിഷമം, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഈ വ്യക്തി നന്നായി തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി ഇപ്പോൾ ഒരു വാരിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പടയാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വാരിയർ എന്ന് പറയുന്നത് നമ്മളൊരു ധീരതയോടുകൂടി നമ്മളൊരു കാര്യം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യുദ്ധം ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ സോൾജേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിച്ച് എന്ത് റിസ്ക് വേണമെങ്കിലും എടുത്ത് ഈ പ്രണയബന്ധത്തിനെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ എനർജി സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള പേടിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള തുറന്നുള്ള ഒരു സംസാരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ വ്യക്തിയായിട്ട് മനസ്സ് തുറന്ന ഒരു സംസാരം ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് സംശയങ്ങൾ പൊട്ടിമുളക്കും, ഒരുപാട് പേടി വരും, അനാവശ്യമായിട്ടുള്ള സംശയം, വിശ്വാസക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ അതാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തി അതിൽ നിന്നുമൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും ഈ പ്രണയബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്. ഫീലിംഗ് ഓൾവേസ്, എപ്പോഴും പശ്ചാത്താപമാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. 888, കുവൈറ്റ്, കർമ്മ, വെനസ്ഡേ, ലെറ്റർ എസ്, മൂലം നാള്, ചെന്നൈ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.